ജനങ്ങളെ പാവപ്പെട്ട തൊഴിലാളികളെ ഇതിപ്പോ ഇവിടെ സംഭവിച്ചെന്താണ്? കൈക്കൂലി കൊടുക്കാൻ ഏജന്റ് മുഖേനാകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പൈസ കിട്ടും, അത് കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ എന്തായത് ഇയാൾക്കെതിരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ വണ്ടിക്കാരന് കൊടുക്കാതിരുന്നത്. അപ്പൊ എന്താണ്, പാവപ്പെട്ട തൊഴിലാളിയുടെ അണ്ണാക്കിൽ വരെ കൈയിട്ട് വാരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉള്ളത് കൊണ്ടോട്ടിയിൽ. 8 മാസമായി ഒരു ഫിറ്റ്നസ് നടക്കുന്നത് ആലോചിച്ച് നോക്കണം. എന്നാൽ അദ്ദേഹത്തിന് ഏത് പേപ്പറല്ലാത്ത ഈ ഏജന്റ് മുഖാന്തരം ചെല്ലുമ്പോൾ ബൽക്കെന്ത് ചെയ്യാം, ബൽക്ക് ചിക്കലി ചായ പൈസ കിട്ടും, ഓലെ കൈമാർക്ക് കിട്ടും. അതിനുള്ള ഒറ്റ പണിയാ വിലെടുക്കണം. ഒരു കമ്പി ഉണ്ട്, സ്റ്റീലിന്റെ കമ്പി. ആ കമ്പി കൊണ്ട് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ്, ഇയാള് RT ഓഫീസിലേക്ക് നേരിട്ടാണ് ചെന്നത്, ഏജന്റ് മുഖേന പോയിട്ടില്ല എന്നുള്ളതാണ് പേര് പ്രശ്നം. ഫിറ്റ്നസ് കൊടുക്കാതിരിക്കാനുള്ള കാരണം പറയണത്. അങ്ങനെ ഇയാള് നിരന്തരം പലതട്ട ഇതേ വണ്ടി വെച്ച് കഴിഞ്ഞ 2 തവണ ഇയാള് ഫിറ്റ്നസ് വാങ്ങിയതാണ് ഈ ഡ്രൈവർ. ഈ പ്രാവശ്യം എന്താണ്, ഈ ഉദ്യോഗസ്ഥൻ പുതിയ വന്ന ആളായിരിക്കും, നമുക്കറിയില്ല, അയാള് ഫിറ്റ്നസ് കൊടുക്കണില്ല. അതിന് കാരണം കാണിച്ചത് ഇപ്പൊ ഒരു ചെറിയ കമ്പി, ഈ വണ്ടിയിലൊക്കെ നോക്കിയാൽ കാണാം ആ കമ്പി. അതേപോലെ ഒരു കമ്പി ഉള്ളതാണ് ഇപ്പൊ അതിന് ഫിറ്റ്നസ് കൊടുക്കൂല എന്ന് പറയാനുള്ള കാരണം. അത് ഞങ്ങളൊരു യുവാവിന്റെ ജീവൻ നഷ്ടത്തിലായി. ഇപ്പൊ കേരളത്തിൽ ഓരോ RT ഓഫീസിലും ഓരോ നിയമമാണ്. ഇപ്പൊ കൊണ്ടോട്ടിയിൽ ഒരു നിയമമാണെങ്കിൽ വടകര വേറെ നിയമം, പാലക്കാട് വേറെ നിയമം. ഇതൊക്കെ എന്താണ്, ഈ സിസ്റ്റം ആകെ ഇപ്പോ കേരളത്തിൽ ഭരണങ്ങൾ ഇങ്ങനെ മാറി വരുന്നുണ്ടെന്നല്ലാതെ നിയമങ്ങളും സിസ്റ്റങ്ങളൊന്നും മാറണില്ല. ജനങ്ങളെ പാവപ്പെട്ട തൊഴിലാളികളെ ഇതിപ്പോ ഇവിടെ സംഭവിച്ചെന്താണ്, കൈക്കൂലി കൊടുക്കാൻ ഏജന്റ് മുഖേനാകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പൈസ കിട്ടും, അത് കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ എന്തായത് ഇയാൾക്കെതിരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ വണ്ടിക്കാരന് കൊടുക്കാതിരുന്നത്. അപ്പൊ എന്താണ്, പാവപ്പെട്ട തൊഴിലാളിയുടെ അണ്ണാക്കിൽ വരെ കൈയിട്ട് വാരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉള്ളത് കൊണ്ടോട്ടിയിലുള്ളത്. ഇപ്പൊ അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഒരു യുവാവിന്റെ ജീവൻ ആ കുടുംബത്തിനാണ് ഇപ്പൊ നഷ്ടമായത്, ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടത്. ഇതിനെതിരെ പ്രതിഷേധിക്കുക, ഏതറ്റം വരെ ഉദ്യോഗസ്ഥനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥൻ നമുക്ക് പരിചയം പൊതുവെ ഞങ്ങൾക്ക് അറിയാത്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഞങ്ങൾ ഈ ഓട്ടോ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ വന്നിട്ട് ഓട്ടോ ഓടിക്കണം, വേറെ ആള് നാട്ടിലൊരു പ്രശ്നത്തിനോ കാര്യങ്ങളോ ഒന്നിനും പോകാത്ത സൗമ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. എല്ലാവർക്കും നല്ലതേ പറയണ്ടാവുള്ളൂ. ഇവിടെ ഞങ്ങൾ ഓട്ടോ ടാക്കിൽ അന്വേഷിച്ചാൽ, നാട്ടിൽ അന്വേഷിച്ചാൽ ഒരു പ്രശ്നം ചെയ്യാത്ത ആളാണ്. എന്നാലോ ഇവിടെയുള്ള ആ MVD ആ ഉദ്യോഗസ്ഥൻ വന്ന് സംസാരിക്കേണ്ടത് ഫേസ്ബുക്കിൽ അദ്ദേഹം ലൈവ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ പറയുന്നത് എന്താണ്, അദ്ദേഹം പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഈ കമ്പിക്കുള്ള ഈ കമ്പിമേല് ഇവിടെ കട്ട് ചെയ്യണമെന്ന്. എന്നാലോ ഇത് അദ്ദേഹത്തിന്റെ വണ്ടിയല്ല, ഇത് വേറെ വണ്ടിയാണ്. അന്ന് ബ്രേക്ക് കൊടുത്തൊരു വണ്ടിയാണ്, വണ്ടികളാണ് ഇത് കാണുന്നതൊക്കെ. ഇത് ഫേസ്ബുക്കിൽ അദ്ദേഹം വിട്ടതാണ്. അപ്പൊ ഇത് ഓരോരുത്തർക്കും ഓരോ നിയമമല്ല. ഈ ഏജന്റ് മുഖാന്തരം ചെല്ലുമ്പോൾ ബൽക്കെന്ത് ചെയ്യാം, ബൽക്ക് ചിക്കലി ചായ പൈസ കിട്ടും, ഓലെ കൈമാർക്ക് കിട്ടും. അതിനുള്ള ഒറ്റ പണിയാ വിലെടുക്കണത്. ഈ MB മുമ്പ് സംസാരിച്ച പോലെ മലപ്പുറത്ത് പോകുമ്പോൾ വേറെ നിയമം, കൊണ്ടോട്ടി പോകുമ്പോൾ വേറെ നിയമം. കാരണം നമ്മൾ മലപ്പുറത്തുനിന്നും ബ്രേക്ക് എടുത്തിട്ടുണ്ട്, ഇവിടെ കൊണ്ടോട്ടി വരുന്നതിന് മുമ്പ് മലപ്പുറത്ത് ബ്രേക്ക് എടുത്തിട്ടുണ്ട്, എന്നാൽ കൊണ്ടോട്ടിന്ന് ബ്രേക്ക് എടുക്കലുണ്ട്. ഈ ട്രാക്കിൽ തന്നെ ഓടുന്ന പല വണ്ടിക്കാരും മലപ്പുറത്തുനിന്നും കൊണ്ടോട്ടിയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഫിറ്റ്നസ് എടുക്കുന്നവരുണ്ട്. ഓർക്കൊക്കെ അല്ലാത്ത പല പേപ്പറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കോർഡിനേഷൻ ഈ ലെവലിലില്ല. MVDന്റെ മേഖലയിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്തതാണ് പ്രശ്നം. അദ്ദേഹത്തിന് മെയിനായിട്ടുള്ള പ്രശ്നത അദ്ദേഹം 8 മാസമായി ഒരു ഫിറ്റ്നസ് നടക്കുന്നത് ആലോചിച്ച് നോക്കണം. എന്നാൽ അദ്ദേഹത്തിന് ഏത് പേപ്പറല്ലാത്ത ഏറ്റവും ചുരുങ്ങിയതായിട്ട് നമ്മൾ കാണുന്ന പേപ്പറാണ് 80 രൂപ കൊടുത്താൽ കിട്ടുന്നതാണ് PUCന്റെ പേപ്പർ, പൊല്യൂഷന്റെ പേപ്പർ. ആ പേപ്പർ വരെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഒരു പേപ്പർ ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. എല്ലാം ലീഗലായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളോടാണ് ഈ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ളത്, ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഉണ്ട്, CIT ഉണ്ട്, ST ഉണ്ട്, INDS ഉണ്ട്, എല്ലാ സംഘടനകളുണ്ട്. ഇനി ഭാവിയിൽ ഞങ്ങൾ ഇതിന്റെ എല്ലാ പരിപാടികളും എന്താന്നുള്ള ഞങ്ങളെ സംഘടന മറ്റൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിരുന്നത് സംഘടനപ്പുറത്തേക്ക് ഞങ്ങൾ തൊഴിലാളികളുണ്ടല്ലോ, ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ ഭാവി പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് MVDന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ വരും. ഞങ്ങൾ പോകുന്നതിന് കളക്ടർ ഓഫീസിക്കോ അല്ലെങ്കിൽ മറ്റേ ഗതാഗത മന്ത്രി ഓഫീസിലോ ഞങ്ങൾ പ്രകടനം നടത്തും. ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ആ ഒരു ജീവൻ നീതി ലഭിക്കണം. ഒരു കോർഡിനേഷൻ നിയമപരമായിട്ട് വരണം, എല്ലാവർക്കും നിയമപരമായിട്ട് കോർഡിനേഷൻ വരണം. ആ ഉദ്യോഗസ്ഥനെ കാരണം നിങ്ങൾ നോക്കണം, അത് വേണ്ട കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അടിച്ചിലോ മറ്റേ ഇറങ്ങി വീഴുന്ന സാഹചര്യത്തിൽ ഒരു ഡ്രൈവർക്ക് സേഫ്റ്റി എന്നുള്ള നിലക്കും കൂടി ആ കമ്പി വയ്ക്കാം. നിങ്ങൾക്ക് വന്നാൽ ഞാൻ കാണിച്ചാൽ പറ്റിയ കമ്പി ആണെന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടതായി മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിങ്ങളൊക്കെ കണ്ടതല്ലേ. അത് കട്ട് ധാർഷ്ട്യാണ്. ഏജന്റ് മുഖാന്തരം ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ധാർഷ്ട്യാണ്, അല്ല വേറൊന്നല്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നീതി ലഭിക്കണം. ഏജന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, വണ്ടി കാണണ്ട, ഏജന്റ് ഇല്ലെങ്കിൽ വണ്ടി കാണണ്ട.
ഏജന്റ് ഉണ്ടെങ്കിൽ വണ്ടി കാണുന്നു വേണ്ട, ആ ഉദ്യോഗസ്ഥരോട് ഒന്നും വേണ്ട. അയാൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് കണ്ടോ, ഇതിലുണ്ടോ 4000 നൽകാം, 4000 കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ അത് കൊടുത്തോളാം. കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് സഫീറുണ്ട്.